ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഫസ്റ്റ് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ്? വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. വർഗ്ഗങ്ങൾ നിറച്ച ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൂർണ്ണ വർഗ്ഗങ്ങളാണ് കേട്ടോ. അപ്പോൾ പൂർണ്ണ വർഗ്ഗങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ നോക്കൂ, 1, 4, 9, 16 അല്ലേ? അപ്പോൾ 1, 4, 9, 16 ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഇത് ഒരു സ്ക്വയർ അല്ലേ? 1ൻ്റെ സ്ക്വയർ 1 അല്ലേ? 1 × 1 1, 2 സ്ക്വയർ 2 × 2 4, 3 × 3 9, 4 × 4 16 അല്ലേ? ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർസ് ആണ് അല്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചെറിയ ക്ലാസ്സിൽ എങ്ങനെയാണ് 11ൻ്റെ സ്ക്വയർ പഠിച്ചിരുന്നത്? 10 10ഉം എന്താണ് 11 എങ്ങനെയാണ് 10 + 1 ആക്കുക അല്ലേ? 10 ഇങ്ങനെ 1 എഴുതുക, അങ്ങനെ കോളാക്കിയിട്ട് എഴുതുക. അപ്പോൾ 10 × 10 100 ഇവിടെ, പിന്നെ 10 × 1 10, പിന്നെ 10 × 1 10 ഇവിടെ, പിന്നെ 1 × 1 1 അല്ലേ? ഇത് കൂട്ടിയാൽ 110 അല്ലേ? 100 + 10 110, പിന്നെ 10 + 1 11 അല്ലേ? ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 121. അപ്പോൾ 11ൻ്റെ സ്ക്വയർ 121. ഈ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ പഠിച്ചത്? ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ഈ കള്ളി വരച്ചിട്ട് എന്താണ് ഇങ്ങനെ എഴുതിയല്ലോ? 10 × 10 100, പിന്നെ 10 × 1 10 ഇങ്ങനെ എഴുതില്ലേ? ഇതിൻ്റെ ഈ ഡയഗണലായിട്ട് കോണോട് കോണായിട്ട് നോക്കുക. അപ്പോൾ എങ്ങനെ എഴുതുക നമ്മളറിയോ? 10 സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ 11ന് എന്താ? ഇതാണ് 11ൻ്റെ കേട്ടോ. ഇത് 12ൻ്റെ, ഇത് 13ൻ്റെത്. ഓക്കെ, അപ്പോൾ എന്താണ് 11ൻ്റെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ? ഫസ്റ്റത്തെ ഈ നമ്പർ 100 അല്ലേ? 100 പ്ലസ് പിന്നെ ഈ ഇതും 10 + 10 അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ +1. ഓക്കെ, ഈ താഴെയുള്ളത്. അപ്പോൾ കൂട്ടി എത്രയാണ്? 144 എന്ന് കിട്ടും. ഇനി 10 + 10 എന്താ? 2 × 10 നമുക്ക് എഴുതാം അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 11 സ്ക്വയറിന് നമ്മൾ എന്താക്കുക? ഇങ്ങനെ 100 എന്ന് പറഞ്ഞാൽ 10 × 10 ആണല്ലോ. അപ്പോൾ 10 സ്ക്വയർ + 2 × 10 + 1 സ്ക്വയർ കേട്ടോ. 10 + 10 എന്നുള്ളത് എന്താണ്? 2 × 10 ആക്കി. അതേപോലെ 12 സ്ക്വയറിൻ്റെ നോക്കിയാൽ നമ്മൾ എന്താണ്? 100 എന്നുള്ളത് 10 സ്ക്വയർ അല്ലേ? 10 സ്ക്വയർ പ്ലസ് പിന്നെ അതെന്താ? ഇതിന് ഡയഗണലായിട്ട് വരുമ്പോൾ 2 × 20. ഓക്കെ, +4 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത എന്താണ്? 13ൻ്റെ നോക്കിയാൽ 10 സ്ക്വയർ + 2 × 30 + 9 3 സ്ക്വയർ അല്ലേ? അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ കള്ളി വരയ്ക്കാതെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും? എന്താ ചെയ്തുകൂടെ? നോക്കിയേ, ഇവിടെ 14 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 11 സ്ക്വയർ ആണെങ്കിൽ 10 സ്ക്വയർ ആണ് അല്ലേ? ഈ 11 12 13 എന്താണ്? 10 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് പിന്നെ ഈ 1 ആണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള 1സിൻ്റെ അവിടെയുള്ള നമ്പറാണ് നമ്മൾ എന്താക്കുന്നത്? അതിൻ്റെ കൂടുതൽ 0 കൊടുക്കുന്നത് 10 അല്ലേ? 2 ആണ്. 12 ആകുമ്പോൾ 20, 13 ആകുമ്പോൾ 30 അല്ലേ? 2 × 30. അപ്പോൾ അങ്ങനെ ഇവിടെ 4 അല്ലേ? അപ്പോൾ 2 × 14 വരും കേട്ടോ. പ്ലസ് പിന്നെ ലാസ്റ്റത്തെ നമ്പറാണല്ലോ +1 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ ദാവടി, 3 സ്ക്വയർ ദാവടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം? അവിടെ 14 അല്ലേ? അപ്പോൾ 4 ആണ് ലാസ്റ്റ്. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ 100 സ്ക്വയർ + 2 × 40 + 4 സ്ക്വയർ. അപ്പോൾ 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 2 × 40 പറഞ്ഞാൽ 80, പിന്നെ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 196 അല്ലേ? അപ്പോൾ 14 സ്ക്വയറിൻ്റെ നമുക്ക് കിട്ടിയല്ലോ. ഇനി 15 സ്ക്വയറിൻ്റെ നമുക്ക് എങ്ങനെ ചെയ്യാം? അതേപോലെ 10 സ്ക്വയർ പ്ലസ് പിന്നെ 2 × അല്ലേ? 2 × ഇവിടെ 5 ആണല്ലോ. അപ്പോൾ 50 അല്ലേ? 2 × 50 പ്ലസ് പിന്നെ ഇവിടെ 5 അല്ലേ? +5 സ്ക്വയർ. ഓക്കെ, എങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്? 100 + 100 + 25 225. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ 20ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? 20 × 20 ആണല്ലോ. 20 × 20 എന്ന് പറയുമ്പോൾ എന്താ? 2 × 10 × 2 × 10 അല്ലേ? അപ്പോൾ ഈ 2നെ ഒരുമിച്ച് ചെയ്താൽ 2 × 2 × 10 × 10 അല്ലേ? അപ്പോൾ 2 × 2 4, 4 × 10 × 10 100, 4 × 100 400. ഓക്കെ, അപ്പോൾ ഇതെന്താക്കുക? ഇത് 400 എന്ന് പറയും അല്ലേ? ദെൻ നോക്കൂ, ഇനി 21 22 23 എങ്ങനെ എഴുതുക? ഇവിടെ 21 നമ്മൾക്ക് 20 + 1 അല്ലേ? ഇതും 20 × 1 20 + 1. ഇനി 22നെ 20 + 2 20 + 2 ഇങ്ങനെ കോളാക്കി എഴുതുക. ഇനി എന്താ ചെയ്യുന്നത് നോക്കിയാൽ? ഇവിടെ 21 × 21 എന്താണ്? നമ്മൾ 400 പ്ലസ് പിന്നെ ഈ ഡയഗണലായിട്ടുള്ള ഇതിന് നോക്കുക അല്ലേ? കോണോട് കോൺ നോക്കുക. അപ്പോൾ 20 + 20 അല്ലേ? പ്ലസ് പിന്നെ ഈ ലാസ്റ്റത്തെ ഈ 1. ഓക്കെ, ഇപ്പോൾ എന്താകും? 400 + 20 + 20 എത്ര? 40 40 + 1 41 അല്ലേ? 400 + 40 + 1 എന്ന് പറയുമ്പോൾ 441. അതേപോലെ തന്നെ എന്താണ് ഇത്? 400 പ്ലസ് ഇത് അല്ലേ? 40 + 40 ഇത് അവിടെ എഴുതി അല്ലേ? +4. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഷോർട്ടാക്കി എഴുതാൻ നോക്കിയാൽ?
21നെ 400 എന്നുള്ളത് എന്താക്കി 20 സ്ക്വയർ ആക്കി അല്ലേ. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 പ്ലസ് പിന്നെ ഈ 1 ലാസ്റ്റത്തെ കേട്ടോ 1 സ്ക്വയർ. ദെൻ ഇനി 22ൻ്റെ സ്ക്വയർ നോക്കിയേ 20ൻ്റെ അല്ലേ 20 അല്ലേ. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് പിന്നെ 2 ഇൻറ്റു പിന്നെന്താ 2 ഇൻറ്റു 40 അല്ലേ 2 ഇൻറ്റു 40 വരും പ്ലസ് പിന്നെ ലാസ്റ്റത്തെ 2 സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് കേട്ടോ. ഇനി 3ൻ്റെ എന്താ 6ൻ്റെ 6 ഇൻറ്റു 2 3 ഇൻറ്റു 2 6 അല്ല 6 വരുന്നത് കേട്ടോ. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 അല്ലേ പ്ലസ് 3 സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ കഴിയും. ദെൻ ഇതാക്കണല്ലേ ഇവിടെ ചെയ്തത്. ദെൻ നെക്സ്റ്റ് നോക്കൂ നമുക്ക്. അപ്പോൾ അതൊക്കെ ഈ 36ൻ്റെ അല്ലേ അതുമായി 76 56 ഒക്കെ വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം ആ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ 36 സ്ക്വയർ ആണെങ്കിൽ 30 പ്ലസ് 6, 24 ആണെങ്കിൽ 20 പ്ലസ് 4 അങ്ങനെ ആക്കി ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എന്ത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ് ആ ഫോമാണ് ഇവിടെ അല്ലേ. അപ്പോൾ നോക്കി ഇവിടെ a 30 ആക്കി എടുക്കുക, b 6 ആക്കി എടുക്കുക. അപ്പം എന്താണ് 36 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് a സ്ക്വയർ അല്ലേ. അപ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് a 30 അല്ലേ, അപ്പോൾ 30 സ്ക്വയർ പ്ലസ് 2ab അല്ലേ, അപ്പോൾ 2 ഇൻറ്റു a എന്താ 30 b എന്താ 6 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 30 ഇൻറ്റു 6 പ്ലസ് പിന്നെ b സ്ക്വയർ അല്ലേ ലാസ്റ്റ്, അപ്പോൾ 6 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ 30 സ്ക്വയർ എന്താ 900 അല്ലേ. പിന്നെ 2 ഇൻറ്റു 30 ഇൻറ്റു 6 എത്ര 360 പ്ലസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര 36. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 1296. 36ൻ്റെ സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക, അതിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു പറഞ്ഞാൽ ഇക്വേഷനിലേക്ക് ചെയ്യാം. അത് ഞാൻ ഇതാക്കി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പോൾ ഒരു നമ്പർ എടുക്കാം. നമുക്ക് ഒരു നമ്പർ ഏതാണ് എടുക്കുന്നത്, ഇപ്പം അവിടെയുള്ള നമ്പർ തന്നെ നമുക്ക് ഒന്ന് എടുത്തു പോരാ അല്ലേ. അവിടെ ഒരു ഏതാണുള്ളത് നോക്കിയാൽ ഇപ്പം 79ൻ്റെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, 79ൻ്റെ എങ്ങനെ ചെയ്യാം, നമുക്ക് 79 ഇസ് ഈക്വൽ ടു 79നെ നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 79 സ്ക്വയർ ആണല്ലോ അല്ലേ. അപ്പോൾ 79നെ നമുക്ക് 70 പ്ലസ് 9 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി 79നെ 70 പ്ലസ് 9 ആക്കി. ഇനി എക്ക് നമ്മൾ 70യും ബിക്ക് നമ്മൾ 9ഉം കൊടുക്കുക. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ 70 പ്ലസ് 9 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ 70 പ്ലസ് 9 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക, 70 പ്ലസ് 9 ഹോൾ സ്ക്വയർ എഴുതണം. ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇനി a എന്താ ഇവിടെ a നമ്മൾ 70 ആണ് അല്ലേ. അപ്പോൾ 70 സ്ക്വയർ അല്ലേ. 70 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 70ൻ്റെ സ്ക്വയർ എത്രയാണ് 4900 അല്ലേ 4900 പ്ലസ് ഇനി 2 ഇൻറ്റു a ഇൻറ്റു ബി അല്ലേ. അപ്പോൾ 2 ഇൻറ്റു a എന്താ 70 അല്ലേ, ബി എന്താ 9 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 70 ഇൻറ്റു 9 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 70 പറയുമ്പോൾ 140 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാ അപ്പം 1260 അല്ലേ. 2 ഇൻറ്റു 70 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാണ് 1260 അല്ലേ. പ്ലസ് പിന്നെയോ പിന്നെ ബി സ്ക്വയർ അല്ലേ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, ബി എന്താ ഇവിടെ 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് 81 അല്ലേ 81. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇനി എന്താ ഈക്വൽ ടു വരുന്നത് 4900 പ്ലസ് 1260 പ്ലസ് 81 എത്രയാണെന്ന് കൂട്ടി നോക്കിയേ 6241 അല്ലേ. ഇതാണ് നമ്മളെ ആൻസർ കേട്ടോ. അപ്പോൾ ഇതല്ല ഈ ആൻസർ നോക്കിയാൽ 79 സ്ക്വയറിൻ്റെ ആൻസർ എന്താ നോക്കിയുടെ കണ്ടോ 6241. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതും ചെയ്യാം, വർക്ക് എന്താണെന്നുള്ളത് ചെയ്യാം അല്ലേ. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഗിവൺ ബിലോ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ചുവടെ പറയുന്ന വർഗ്ഗങ്ങൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആദ്യം 64 സ്ക്വയറിനാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താക്കാം 64 സ്ക്വയറിൻ്റെ 64 സ്ക്വയറിൻ്റെ നമുക്ക് കാണാം അല്ലേ. a എന്താണ് 64 വരുമ്പോൾ എന്താണ് a എന്താണ്, അപ്പോൾ നോക്കൂ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കൊടുക്കുക.
ആ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞു തരില്ല. പണ്ടൊക്കെ ഈ ഡയറക്റ്റ് ഇക്വേഷൻ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താക്കുക, സൈഡിൽ എഴുതി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 64 സ്ക്വയർ നോക്കൂ, 64 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 64 ഹോൾ സ്ക്വയർ 64 ഹോൾ സ്ക്വയറിന് നമുക്ക് എന്താക്കുക, 64 നമുക്ക് 60 + 4 എന്നാക്കാം. ഓക്കെ, അപ്പോൾ എ എന്തായി, എ 60 അല്ലേ. എ 60ഉം ബി എന്തായി 4ഉം ആയി അല്ലേ. അപ്പോൾ 60 + 4 അല്ലേ, 60 + 4 ഹോൾ സ്ക്വയർ. ഓക്കെ, 64 ഹോൾ സ്ക്വയർ നമുക്ക് 60 + 4 ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ടീച്ചർ ഇത് ഷോർട്ടാക്കി ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ എന്താണ് 60 + 4 ഹോൾ സ്ക്വയർ അല്ലേ. ഇനി എന്താണ്, എൻ്റെ സ്ഥാനത്ത് 60ഉം ബീൻ്റെ സ്ഥാനത്ത് 4. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുക എ സ്ക്വയർ അല്ലേ. അപ്പോൾ 60 സ്ക്വയർ അല്ലേ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 സ്ക്വയർ. ഓക്കെ, 60 സ്ക്വയർ കേട്ടോ. പ്ലസ് 2ab അല്ലേ. അപ്പോൾ 2 × a × b അല്ലേ. അപ്പോൾ 2 × a × a എന്താണ് 60 അല്ലേ. അപ്പോൾ 2 × 60 പ്ലസ് പിന്നെ ബി എന്താ 4 അല്ലേ. അപ്പോൾ 60 × 4 അല്ലേ. 2 × 60 × 4 അല്ലേ. അപ്പോൾ 2ab ആയല്ലോ. ഇനി പ്ലസ് ബി സ്ക്വയർ അല്ലേ. ഇനി ബി എന്താണ് ഇവിടെ 4 അല്ലേ. അപ്പോൾ പ്ലസ് 4 സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം പ്രശ്നം തീർന്നില്ലേ. അപ്പോൾ 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3600 അല്ലേ. 3600 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 3600 ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കൊരു ഷോർട്ടുകൾ ഉണ്ട് അല്ലേ. എന്താണ് 60 സ്ക്വയർ അല്ലേ. അപ്പോൾ 6 × 10 അല്ലേ. അപ്പോൾ 6 സ്ക്വയറും 10 സ്ക്വയറും. അപ്പോൾ 36 × 10 സ്ക്വയർ 100 അല്ലേ. അപ്പോൾ 36 × 100 3600 അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി പ്ലസ് 2 × 60 × 4 എത്രയാണ്, 2 × 4 എത്രയാണ് 80 അല്ലേ. പിന്നെ 8 × 60 അല്ലേ. അപ്പോൾ 8 × 6 എത്രയാണ് 480 അല്ലേ. അപ്പോൾ 48 അല്ലേ. 48 പിന്നെ 0 കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ 480 അല്ലേ. പ്ലസ് പിന്നെ എന്താണ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 16 അല്ലേ. അപ്പോൾ 4 × 4 6 16 അല്ലേ. ദെൻ 3600 പ്ലസ് 480 പ്ലസ് 16 എത്രയാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4096 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ മറ്റേ 35 സ്ക്വയറിനും 47 സ്ക്വയറിനും 53 സ്ക്വയറിനും 88 സ്ക്വയറിനും ചെയ്യാം. ഇത് ചെയ്ത് മനസ്സിലായല്ലോ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 64 ആയപ്പോൾ 60 + 4 ആക്കി മാറ്റുക. അപ്പോൾ 64 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 60 + 4 ഹോൾ സ്ക്വയർ. പിന്നെ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തതാണ് കേട്ടോ. 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, 2 × 60 × 4 കണ്ടുപിടിക്കുക, പിന്നെ 4ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇത് മാത്രം ആദ്യം 2ab മാത്രം ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ടേ പ്ലസ് ചെയ്യുക കേട്ടോ. ഇൻറ്റു ഉള്ള ആദ്യം ചെയ്തിട്ടാണ് ഇത് പ്ലസ് ചെയ്യുക. ഓക്കെ, അങ്ങോട്ട് എല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് 64 ഹോൾ സ്ക്വയറിന് എന്തായി 4096 കിട്ടിയില്ലേ. 4096 കിട്ടി. 64ൻ്റെ വർഗ്ഗം അല്ലേ. 64ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4096 അല്ലേ. ഇനി ഇത് ശരിയാണോ നോക്കാൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താക്കുക, സൈഡിൽ 64 × 64 ചെയ്താൽ ഇത് തന്നെ കിട്ടും അല്ലേ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ അല്ല, ഈ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ. ഈ ഇക്വേഷൻസ് നിങ്ങൾ അവിടെ എഴുതരുത്. ഈ ഇക്വേഷൻ വേണമെങ്കിൽ സൈഡിൽ പേപ്പറിൻ്റെ സൈഡിൽ എഴുതിയിട്ട് അതിലേക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ദെൻ അടുത്തത് 35ൻ്റെ സ്ക്വയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് 35 സ്ക്വയറിൻ്റെ അല്ലേ, 35 സ്ക്വയറിൻ്റെ. അപ്പോൾ 35 സ്ക്വയറിന് നമ്മൾ 30 + 5 ഹോൾ സ്ക്വയറിനാക്കി അല്ലേ. ഇനി എ എന്താണ്, ബി എന്താണ്, എ 30 ആണ്, ബി 5 ആണ് അല്ലേ. അപ്പോൾ a സ്ക്വയർ + 2ab + b സ്ക്വയർ അല്ലേ. അപ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ അല്ലേ. പ്ലസ് പിന്നെ 2ab അല്ലേ, 2 × a 30 b 5 അല്ലേ. അപ്പോൾ 2 × 30 × 5 അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ 13 സ്ക്വയർ പ്ലസ് 20 × 30 × 5 2 × 30 × 5 പ്ലസ് പിന്നെ ഈ ബി സ്ക്വയർ അല്ലേ, 5 സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 900 അല്ലേ. 30 × 30 എത്ര 900 അല്ലേ. പ്ലസ് ഇനിയോ 2 × 30 × 6 എത്രയാണ് 2 × 5 10 × 30 എത്രയാണ് 300 അല്ലേ. അപ്പോൾ 300 പ്ലസ് ഇനി എന്താണ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 25 അല്ലേ. ഇസ് ഈക്വൽ ടു ഇനി 900 + 300 + 25 എത്രയാണ് 5 2 9 10 11 12 അല്ലേ. അപ്പം 1225 അല്ലേ. ഇതാണ് നമ്മളെ ആൻസർ കിട്ടുക കേട്ടോ. 1225. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ എന്താണ് അതിൽ വരുന്നത്
47 സ്ക്വയർ ആണ് അല്ലേ, 47 സ്ക്വയറിൻ്റെ ആണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 45 സ്ക്വയറിൻ്റെത് 47 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 47 സ്ക്വയറിനെ 14 + 7 ഹോൾ സ്ക്വയർ എന്നാക്കി. ഇനി a + b ഹോൾ സ്ക്വയർ അല്ലേ, a 40 ആണ്, b 7 ആണ് കേട്ടോ. അപ്പോൾ a² + 2ab + b² അല്ലേ, അപ്പോൾ 40² + 2ab, a 40 ആണ്, 40 × b 7 ആണ്, 7 അല്ലേ, 2 × 40 × 7 പ്ലസ് b² അല്ല, b എന്താ 7 അല്ലേ, അപ്പോൾ 7 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈക്വൽ ടു 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1600 അല്ലേ, 40 × 40 അല്ലേ. 4ൻ്റെ സ്ക്വയർ ആദ്യം നോക്കുക. അവിടെ 0 ആണെങ്കിൽ 0 മാറ്റി വെച്ചിട്ട് 4ൻ്റെ സ്ക്വയർ നോക്കുക. അപ്പോൾ 16 അല്ലേ. പിന്നെ 0ൻ്റെ രണ്ടെണ്ണം സ്ക്വയർ ആണല്ലോ, അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? 2 × 40 × 7 അല്ലേ, അപ്പം 2 × 4 അല്ലേ. അപ്പോൾ 2 × 4 എന്താ 8 അല്ലേ. അപ്പോൾ 2 × 4 8, 2 × 40 അപ്പോൾ എന്തായി 80 ആവും അല്ലേ. 80 × 7, 80 × 7 എത്രയാണ്? 80 × 7, 8 7s are എത്രയാ? 56 അല്ലേ. അപ്പോൾ 80 × 7 എത്രയായിരിക്കും? 560 അല്ലേ. ദെൻ നെക്സ്റ്റ് പ്ലസ് ഇനി എന്താ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 അല്ലേ. ഓക്കെ, 49. ദെൻ ഈക്വൽ ടു അല്ലേ. ഇനി ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. എത്രയാ? 1600 + 560 പ്ലസ് പിന്നെന്താണ് 49 ചെയ്യുക. അപ്പോൾ ചെയ്താൽ എന്ത് കിട്ടും? 2209 അല്ലേ, 2209 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് 47ൻ്റെ സ്ക്വയർ എത്രയാണ്? 2209 കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 53 സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 53നെ നമുക്ക് എങ്ങനെ എഴുതാം? 50 + 3 അല്ലേ. അപ്പോൾ നമുക്ക് 53 എന്ന് എഴുതാം. അപ്പം ഇനി 53നെ നമ്മൾ 50 + 3 എന്ന് എഴുതി അല്ലേ. 53 ഹോൾ സ്ക്വയർ ആണല്ലോ, അപ്പോൾ 53നെ നമ്മൾ 15 + 3. ഇനി 53 സ്ക്വയർ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്താക്കണം? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 സ്ക്വയർ പ്ലസ് 2 × 50 × 3 AB അല്ലേ. നമ്മൾ ഐക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഐക്വേഷൻ എഴുതി എടുക്കുക കേട്ടോ. അപ്പോൾ 2AB + b² അല്ലേ. അപ്പോൾ A 50 B 3 ആണ് അല്ലേ. അപ്പോൾ 2 × B × A × B അല്ലേ. A 50 ആണ്, B 3 ആണ്. അപ്പോൾ 2 × 50 × 3 പ്ലസ് b² അല്ലേ, b 3 അല്ലേ, അപ്പോൾ 3 സ്ക്വയർ. ഈ നെക്സ്റ്റ് എന്താണ്? ഈക്വൽ ടു എന്താ എഴുതാം നമുക്ക്? ഈക്വൽ ടു 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 25 ആണല്ലോ, 25ഉം പിന്നെ 10 സ്ക്വയർ എത്രയാണ്? 100 അല്ലേ. അപ്പോൾ 2500 പ്ലസ് പിന്നെ 2 × 50 × 3 അല്ലേ. അപ്പോൾ 2 × 5 എത്രയാണ്? 10 അല്ലേ. അപ്പോൾ 2 × 50 പറയുമ്പോൾ 100 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 അല്ലേ. അപ്പോൾ 300 പ്ലസ് പിന്നെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 അല്ലേ. ഈക്വൽ ടു 2500 + 300 + 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2809 അല്ലേ. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ എത്രയാണ്? 53 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2809 കേട്ടോ. ഇങ്ങനെ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യന്? 53ൻ്റെ കഴിഞ്ഞ് 88 സ്ക്വയറിൻ്റെ ആണ് അല്ലേ, 88 സ്ക്വയറിൻ്റെ ആണ്. അപ്പോൾ 88 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? അതേപോലെ തന്നെ 88 ഹോൾ സ്ക്വയർ = 80 + 8 ഹോൾ സ്ക്വയർ എഴുതുക. എന്നിട്ട് നമ്മളെ ഇക്വേഷൻ എന്താണ്? A + b ഹോൾ സ്ക്വയർ = A² + 2AB + b² ആണ് അല്ലേ. വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 88 ഹോൾ സ്ക്വയർ, ഇവിടെ 88 രണ്ടാട്ടോ ഇത് മക്കളെ, 2 എഴുതണം കേട്ടോ. 88 ഹോൾ സ്ക്വയർ = 80 + 8 ഹോൾ സ്ക്വയർ കേട്ടോ. രണ്ടാട്ടോ കേട്ടോ, പവറൊക്കെ രണ്ടാ. ഈക്വൽ ടു 80 ഹോൾ സ്ക്വയർ, 80 സ്ക്വയർ പ്ലസ് പിന്നെന്താണ് A² + 2AB + b² അല്ലേ. A 80ഉം B 8ഉം ആണ് അല്ലേ. അപ്പോൾ 2 × 80 × 8 + 8 സ്ക്വയർ അല്ലേ. ഇനി 80 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 × 8 64 അല്ലേ. അപ്പോൾ 64 6400 വരും അല്ലേ. 6400 പ്ലസ് പിന്നെ 2 × 80 × 8 അല്ലേ. അപ്പോൾ 2 × 80 എത്രയാണ്? 1060 അല്ലേ. 1060 × 2 × 80 എന്ന് പറഞ്ഞാൽ 160 കേട്ടോ. 160 × 8 അല്ലേ. 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1280 കേട്ടോ. 1280 പ്ലസ്
പിന്നെ എന്താണ് 8² എന്ന് പറഞ്ഞാൽ എത്രയാണ് 64. 8 × 8 64 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഈക്വൽ ടു ഇനി എത്രയാണ് 6460 എന്താണ് 6400 പ്ലസ് 1280 പ്ലസ് 64 അല്ലേ. അപ്പോൾ 7744 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 88² എന്ന് പറഞ്ഞാൽ എത്രയാണ് 7744 ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ അല്ലേ. ആൻസറിൻ്റെ അടിയിൽ 2 വരയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ മറ്റേടത്തൊക്കെ 2 വര ഇട്ട് കൊടുക്കുക കേട്ടോ. ദെൻ അപ്പോൾ ഇതുവരെ നമ്മൾ ഇന്ന് എടുത്തു കേട്ടോ. അപ്പോൾ നന്നായി മനസ്സിലാക്കി ചെയ്യുക. നമ്മൾ ഇക്വേഷൻ മറക്കരുത്. a+b² = a² + 2ab + b² ആണ്. അത് നിങ്ങൾ ഇവിടെ എഴുതണ്ട, നിങ്ങൾ സൈഡിൽ പേജിൽ എഴുതുക, പേജിൻ്റെ സൈഡിലാക്കി എഴുതുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്താൽ മതി കേട്ടോ. മറക്കാക്കാനാണ്, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ a+b² എന്നുള്ള ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ അടുത്ത ഡെസിമൽ സ്ക്വയർ അടുത്ത ഭാഗം ടീച്ചർ എന്താണ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ദശാംശ വർഗ്ഗങ്ങൾ എന്നുള്ള ഭാഗം എന്താണ് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.